നിങ്ങൾ ഈയിടെയായി മ്യൂച്വൽ ഫണ്ടിലെ അൺക്ലെയിംഡ് എമൗണ്ട് അല്ലെങ്കിൽ അൺക്ലെയിംഡ് അസറ്റുകളെ പറ്റി കേൾക്കുകയും അതെന്താണെന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണോ? മ്യൂച്വൽ ഫണ്ട് ഫോളിയോയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകന് ലഭിക്കേണ്ട ഏതെങ്കിലും പേയ്മെന്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനി റിലീസ് ചെയ്യുകയോ നൽകുകയോ ചെയ്തെങ്കിലും നിക്ഷേപകന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കാത്തപ്പോഴോ ചെക്കോ വാറണ്ടോ നിക്ഷേപകൻ പണമാക്കി മാറ്റാതിരിക്കുമ്പോഴോ ആണ് അൺക്ലെയിംഡ് അസറ്റ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ അൺക്ലെയിംഡ് എമൗണ്ടിൽ ചിലത് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിന്റെയോ പേരിലായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒരു IDCW ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ പോലുള്ള ഡിവിഡന്റ് പ്ലാനിൽ നിക്ഷേപിച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരു റിഡംഷൻ പേയ്മെന്റ് അഭ്യർത്ഥിച്ചിരിക്കാം. തുടർന്ന് ഡിവിഡന്റുകൾ അല്ലെങ്കിൽ പേ ഔട്ടുകൾ ചെക്ക് അല്ലെങ്കിൽ DD പോസ്റ്റ് വഴി അയച്ചെങ്കിലും നിങ്ങളിൽ എത്തിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മേൽവിലാസത്തിലെ മാറ്റം മൂലമോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവ നിക്ഷേപിക്കാൻ നിങ്ങൾ മറന്നുപോയതിനാലോ ആകാം. നിങ്ങളുടെ പുതിയ അല്ലെങ്കിൽ ശരിയായ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളുമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ KYC പൂർണ്ണമല്ല. പക്ഷേ വിഷമിക്കേണ്ട, നിങ്ങളുടെ പണം ഇപ്പോഴും സുരക്ഷിതമാണ്, ഒപ്പം തുടർന്നും ഗ്രോ ചെയ്യും. നിലവിലത് അൺക്ലെയിംഡ് ആയി കണക്കാക്കുമെങ്കിലും ഈ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്ന പ്രക്രിയ ഉപയോഗിച്ച് നിങ്ങൾക്കത് ട്രേസ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ അൺക്ലെയിംഡ് നിക്ഷേപങ്ങൾ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് RTA അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അയച്ച നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന്റെയോ RTA വെബ്സൈറ്റിലേക്കോ ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ ട്രാക്ക് ചെയ്യുന്നതിന് RTA ഹോസ്റ്റ് ചെയ്യുന്ന MF സെൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ സജീവമല്ലാത്ത ഫോളിയോകളും ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളും കണ്ടെത്തുന്നതിന് MF സെൻട്രൽ വെബ്സൈറ്റിലെ മിത്ര പോർട്ടലിലേക്കും ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങളുടെ നിക്ഷേപം കണ്ടെത്തിയാൽ അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്? നിങ്ങളുടെ ഫണ്ടിന്റെ അല്ലെങ്കിൽ RTAയുടെ വെബ്സൈറ്റിൽ നിന്നോ ക്ലെയിം ഫോം ഡൗൺലോഡ് ചെയ്യുക. വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഒപ്പിട്ട് RTAയ്ക്കോ നിങ്ങളുടെ ഫണ്ട് ഹൗസിലേക്കോ അയയ്ക്കുക. അത്രയുള്ളൂ. വെരിഫിക്കേഷന് ശേഷം നിക്ഷേപവും അതിന്റെ ലാഭവും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടും. ഭാവിയിൽ നിങ്ങളുടെ പണം അൺക്ലെയിംഡ് ആവാതിരിക്കാൻ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അഡ്രസ്, KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക. ഇതുകൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിൽ അടുത്തുള്ള RTA ഓഫീസ്, ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുമായി ബന്ധപ്പെടുക. ഇതുകൂടാതെ നിക്ഷേപകൻ നിർഭാഗ്യവശാൽ മരണമടഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം ജീവിച്ചിരിക്കുന്ന ഉടമ, നോമിനി അല്ലെങ്കിൽ നിയമപരമായ അവകാശി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ RTA വെബ്സൈറ്റിൽ ലഭ്യമായ ആവശ്യമായ ക്ലെയിം ഫോം ഡൗൺലോഡ് ചെയ്യുകയും താഴെ പറയുന്ന നടപടിക്രമം പാലിച്ചുകൊണ്ട് RTAയ്ക്കോ ഫണ്ട് ഹൗസിനോ മരണം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവകാശവാദി സാധുവായ ഒരു മരണ സർട്ടിഫിക്കറ്റും ആവശ്യമായ ഫോമുകളും ഫണ്ട് ഹൗസിലോ അല്ലെങ്കിൽ അവരുടെ RTA ഓഫീസിലോ സമർപ്പിക്കണം. രേഖകൾ പരിശോധിച്ച ശേഷം അവകാശവാദിക്ക് അനുകൂലമായി കൈമാറ്റം പ്രോസസ്സ് ചെയ്യും. മരണപ്പെട്ടയാൾക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും അൺക്ലെയിംഡ് എമൗണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അധിക രേഖകളോ ബാധ്യതകളോ ഇല്ലാതെ തന്നെ അവകാശവാദിക്ക് അത് വിട്ടുകൊടുക്കുകയും ചെയ്യും. കൂടാതെ ഓർക്കുക, മ്യൂച്വൽ ഫണ്ട് സേവനങ്ങളിൽ അൺക്ലെയിംഡ് തുക ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മരണം രജിസ്റ്റർ ചെയ്യുന്നത് പോലുള്ളവ നിക്ഷേപകൻ അല്ലെങ്കിൽ അവകാശവാദിക്ക് ലളിതവും സൗജന്യവുമാണ്. ഫീസ് ഈടാക്കി സഹായം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ കോളുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക. അൺക്ലെയിംഡ് എന്നാൽ നഷ്ടപ്പെട്ടു എന്നല്ല, അതപ്പോഴും നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അതിനെ ട്രേസ് ചെയ്ത് ക്ലെയിം ചെയ്യുക മാത്രമാണ്. അൺക്ലെയിംഡിനെ ക്ലെയിം ചെയ്യുന്നത് അനായാസമാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.